നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചിയിലെ നാവിക ആസ്ഥാനത്തേക്ക് കോഴിക്കോട് സ്വദേശി ഫോൺ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണം. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനായിരുന്നു കേസിൽ പിടിയിലായത്. ഇയാൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇയാൾ മുൻപ് ചികിത്സ നേടിയിരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതി ഹാജരാക്കിയ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റിന്റെ നിജസ്ഥിതി പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മനോവിഭ്രാന്തിക്ക് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയത്. ഈ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയാണ് അന്വേഷണ സംഘം കൂടുതൽ പരിശോധനയിലേക്ക് നീങ്ങുന്നത്. സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. മുജീബ് റഹ്മാന്റെ പെരുമാറ്റത്തിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സമയത്താണ് ഫോൺ വിളിച്ച് വിക്രാന്തിന്റെ ലൊക്കേഷൻ ഇയാൾ അന്വേഷിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവനാണെന്ന് പറഞ്ഞായിരുന്നു വിളി. സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു കോൾ വന്നത്. അതിനാൽ തന്നെ ഈ ഒരു സംഭവത്തിൽ പോലീസ് അതീവ ജാഗ്രതയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി 2 നമ്പറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS വിക്രാന്ത്. കൊച്ചി നാവിക ആസ്ഥാനത്തെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു ഇയാൾ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് അന്വേഷിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും രാഘവൻ എന്നാണ് പേരെന്നും പറഞ്ഞു. തുടർന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനായി നാവിക ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ഫോൺ നമ്പർ നൽകിയിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ഇയാൾ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു.